മിഡിൽ ഈസ്റ്റിൽ യുഎസും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടലുകൾ അപ്രതീക്ഷിതമായ ഒരു യുദ്ധമുഖത്തേക്ക് നീങ്ങുകയാണോ? ഇന്ന് പുലർച്ചെ കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ഇറാന്റെ നാടകീയമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഈ ചോദ്യത്തെ ശരിവെക്കുന്നതാണ്. പ്രധാന ടെർമിനലിന് വലിയ നാശനഷ്ടം വരുത്തിയ ഈ ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി സ്തംഭിച്ചു. കോഴിക്കോട് നിന്ന് കുവൈറ്റിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പോലും പകുതി വഴിയിൽ തിരിച്ചിറക്കേണ്ടി വന്നത് പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നതാണ്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ വിലാപയാത്രയുടെ ഒരുക്കങ്ങൾക്കിടയിൽ ലോകത്തെയാകെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് സംഭവിച്ച ഈ ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും കുവൈറ്റിൽ സംഭവിച്ച ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം. ഗൾഫ് മേഖലയിൽ യുഎസും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണെന്ന് പറയാതെ വയ്യ. ഇന്ന് പുലർച്ചെയുണ്ടായ വ്യോമാക്രമണ പരമ്പരകളിൽ കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത്. ഈ ആക്രമണത്തിൽ വലിയ നാശനഷ്ടം സംഭവിക്കുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതേ തുടർന്ന് കുവൈറ്റ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയും സർവീസുകൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു. സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് കുവൈറ്റ് ഭരണകൂടം. സുരക്ഷ ഉറപ്പാക്കാൻ സൈന്യം പൂർണ്ണ സജ്ജമാണെന്നാണ് കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി കുവൈറ്റ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാന്റെ അധീനതയിലുള്ള ഖേഷം ദ്വീപിലെ താവളങ്ങൾക്ക് നേരെ യുഎസ് സൈന്യം സ്വയം രക്ഷാർത്ഥം ആക്രമണം നടത്തിയിരുന്നു. ഇതിന് തിരിച്ചടിയായിട്ടാണ് യുഎസ് സൈനിക കേന്ദ്രങ്ങളും സഖ്യങ്ങളിലെ തന്ത്രപ്രധാന മേഖലകളും ലക്ഷ്യമിട്ട് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മിസൈൽ ആക്രമണം ശക്തമാക്കിയത്. കൂടാതെ ആക്രമണങ്ങൾ സംബന്ധിച്ച് അനാവശ്യമായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും സുരക്ഷിതമായ ഇടങ്ങളിൽ തുടരണമെന്നും ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികൾ ജീവിക്കുന്ന രാജ്യമെന്ന നിലയിൽ കുവൈറ്റിലെ ഈ സൈനിക നീക്കങ്ങളെ ഉറ്റുനോക്കുകയാണ് ലോകം. ഇന്ത്യൻ എംബസിയും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നുണ്ട്. കൂടാതെ പ്രവാസി കൂട്ടായ്മകളും പ്രാദേശിക സംഘടനകളും എല്ലാവരോടും സുരക്ഷിതമായി ഇരിക്കാനും അടിയന്തര സാഹചര്യങ്ങളിൽ എംബസി ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്തരിച്ച ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിലാപയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ഇറാനിൽ നടക്കുന്നതിനിടയിലാണ് മേഖലയിലെ യുദ്ധഭീതിയിൽ കൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ ശക്തമായിരിക്കുന്നത്. നോക്കൂ, ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചത്. അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം. ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച്, ഏപ്രില്, മെയ്യും കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ജൂണിലേക്ക് എത്തിയിരിക്കുന്നു. എന്നിട്ടും ഈ പ്രശ്നം ഇപ്പോഴും അവസാനിക്കുന്നില്ല. ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മളിങ്ങനെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കേൾക്കുന്നുണ്ട്. ലോകം മറ്റൊരു ഭീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയാതെ വയ്യ. ഈ ആക്രമണം എവിടെ ചെന്ന് നിൽക്കുമെന്നാണ് ലോകരാജ്യങ്ങൾ ചോദിക്കുന്നത്. എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏതെങ്കിലും ഒരു രാജ്യം, അതായത് ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യം ഇറാനെതിരെ തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങും. കാരണം സ്വാഭാവികമായും ഈ ഗൾഫ് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു രാജ്യങ്ങളും ഇതിന്റെ ഭാഗമാകും. അങ്ങനെ ലോകം 2 ചേരിയിലേക്ക് തിരിയാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകുന്നതല്ല. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകളൊക്കെ നടത്തിയിരുന്നെങ്കിലും അതിനൊന്നും ഒരു പരിഹാരവും ആയിട്ടില്ല. ഇപ്പോഴും ഇറാൻ പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും ഈ ഗൾഫ് രാജ്യങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്നാണ് ചോദ്യം ഉയരുന്നത്. ഇസ്രായേലും അമേരിക്കയും തുടങ്ങി വെച്ചൊരു പ്രശ്നം അതിന് ഇപ്പോഴും പരിസമാപ്തി ആയിട്ടില്ല. ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ലോകത്താകമാകലം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യത്തിൽ വലിയൊരു സാമ്പത്തിക മാന്ദ്യം വരാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാലോ, മിഡിൽ ഈസ്റ്റിൽ സംഘർഷം തുടങ്ങിയതിനു ശേഷം ക്രൂഡ് ഓയിലിന്റെ വില കൂടി. അതിന്റെ ലഭ്യതയിലുണ്ടായ ചില പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ഇതിനുള്ള കാരണം. ഹോർമോസ് കടലിടുക്ക് ഇറാൻ ഇടയ്ക്ക് വെച്ച് അതിലുള്ള ചരക്ക് നീക്കങ്ങളൊക്കെ തടസ്സപ്പെടുത്തിയിരുന്നു. ആ സമയത്താണ് ക്രൂഡ് ഓയിലിന്റെ വില കൂടിയത്. നമ്മുടെ നാട്ടിൽ പോലും പെട്രോൾ ഡീസൽ വില 2-3 ഘട്ടമായിട്ടൊക്കെ ഉയർത്തുകയൊക്കെ ചെയ്തത്. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ നമ്മൾ ഇപ്പൊ കടന്നു പോവുകയാണ്. അതായത് ഇനി സ്വാഭാവികമായിട്ടും പല സാധനങ്ങളുടെയും വില കൂടും. ഇപ്പൊ തന്നെ ചില സാധനങ്ങൾക്ക് വില കൂടിക്കഴിഞ്ഞു. അപ്പൊ വിലക്കയറ്റം എന്നൊരു വലിയ പ്രതിസന്ധിയാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് അഭിമുഖീകരിക്കാൻ പോകുന്നത്. മാത്രമല്ല, ഈ ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികളുടെ കാര്യത്തിൽ ജോലിയുടെയൊക്കെ ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. എല്ലാവരും ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്: ഈ സംഘർഷം എവിടെ ചെന്നാണ് അവസാനിക്കാൻ പോകുന്നത്? എന്തായിരിക്കും ഇതിന്റെ പരിണിത ഫലം എന്നൊക്കെ ആർക്കും ഇതിനൊരു ഉത്തരവും ഇല്ല. ഇപ്പോഴും അമേരിക്കയ്ക്കും അറിയില്ല, ഇസ്രായേലിനും അറിയില്ല.
ഒരു തെറ്റും ചെയ്യാതെയാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ ഇങ്ങനെ നിരന്തരം ആക്രമിക്കപ്പെടുന്നത്. ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചതിൽ ഈ ഗൾഫ് രാജ്യങ്ങൾക്കൊന്നും യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുവൈറ്റിനെ ഇറാൻ ആക്രമിച്ചതിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകുക എന്നുള്ളത് ആർക്കും അറിയാത്തൊരവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. കുവൈറ്റും മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഏതെങ്കിലും രീതിയിൽ ഇറാനെതിരെ തിരിച്ചടിച്ചാൽ അത് മറ്റൊരു വലിയ മഹായുദ്ധത്തിലേക്ക് നീങ്ങും.